മറിയോ അത്. ഹായ് ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ ആണ് ഞാനിന്ന് ഇടുന്നത്. എനിക്കറിയത്തില്ല ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ഒരു ഇത് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കൊറിയൻ ഫേസ് മാസ്ക് ആണ്. കൊറിയൻ ഫേസ് മാസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കൊറിയൻ ഫേസ് മാസ്ക്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി റിസൾട്ടാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മാസ്ക് ആണ്. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചുമ്മാ ആരും വിശ്വസിക്കില്ല. ഇവളെ പിടിച്ചിരുത്തി എന്നെ വേണം പറയാൻ. എനിക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളെ പിടിച്ചിരുത്തിയത്. എൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോ കാണാമോ ഗൈസ്? എനിക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഒരു നല്ലൊരു റിസൾട്ട് ചേഞ്ച് എനിക്ക് ഉണ്ടായെന്ന് പറയാം. ചിലപ്പോൾ ഞാൻ നോക്കുന്ന ക്യാമറ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓങ്ങണ് നടക്കും. എനിക്ക് അങ്ങോട്ട് നോക്കണ്ടി. ഗ്ലോ ഉണ്ട്, നല്ല ഗ്ലോ ഉണ്ട്. അതാണ് ഞാൻ നോക്കിയത്. അതാണ് അവൾ നോക്കിയത്. അപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. നേരെ ഇരിക്കും. കോള് വരുന്നത്. ഓക്കെ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ കൊറിയൻ മാസ്കിനെ പറ്റിയാണ്. എൻ്റെ കണ്ണ് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കോങ്ങണ്ണായിട്ട് ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് ആണ് ആക്ച്വലി ഇതിന് വേണ്ടത്. ഭയങ്കര റിസൾട്ടാണ് ഇത് തരുന്നത്. ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ്. ഇവിടെ പിടിക്കടി. ഇവിടെ നമ്മൾ ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് നമുക്കിതൊന്നും കിട്ടാത്തതുകൊണ്ട് ഡേ സ്കോളർ പിള്ളേരുടെ നിന്ന് മേടിച്ചതാണ് ഈ അരിപ്പൊടി വേണം. ഇതിപ്പോൾ നമ്മൾ 1-2 പേർക്ക് ഇടാനുള്ള രീതിയിൽ, കാരണം നമ്മൾ ഒരാൾക്ക് ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, എല്ലാവരും ചോദിക്കും വന്ന്. അതുകൊണ്ട് അരിപ്പൊടി. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തേക്കുന്നത് പപ്പായയുടെ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൊടി യൂസ് ചെയ്യാം. വേറെ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം പൊടി. എനിക്ക് കിട്ടിയത് പപ്പായയാണ്. പപ്പായ ആക്ച്വലി നല്ലതാണ്. അപ്പം പപ്പായയാണ് ഞാനിവിടെ അപ്പം അടുത്തത് വേണ്ടത് പപ്പായയുടെ ഇതാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് പപ്പായയുടെ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് യൂസ് ചെയ്യാം. പിന്നെന്താടി? അലോവേര അല്ല. പൊടികൾ നിങ്ങളുടെ ഒരു കൺസേൺ അടിച്ചിട്ട് എന്ത് പൊടികൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് പൊടി ആഡ് ചെയ്യണം. ആരിങ്ങനെ പൊട്ടിച്ച് വെച്ചേക്ക് നോക്ക് ഗൈസ്. ഇങ്ങനെ ആരിങ്ങനെ പൊട്ടിച്ചെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് പാട്ട് കിട്ടുകയാണ്. പൊടി കുറച്ച് പറക്കുന്നത് നിങ്ങൾക്ക് കാണാമോ? അപ്പം നല്ല മണമുണ്ട് കേട്ടോ പൊടിക്ക്. കുറച്ച് ബീട്രൂട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ. ഫ്രഷ് അലോവേറയാണ് വേണ്ടത് കേട്ടോ. എന്നാലാണ് കുറച്ച് റിസൾട്ട്. മറ്റേതാണെങ്കിൽ ആ ഒരു ഇങ്ങോട്ട് പോവാം. ഫ്രഷ് അലോവേറയാണ് വേണ്ടത്. അതാകുമ്പോൾ ആ ഒരു കുഴ ടെക്സ്ചർ കിട്ടും. മറ്റേ നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ അത് കട്ടിയായിട്ട് അങ്ങനെ ആയിരിക്കും. ഇതാകുമ്പോൾ കുറച്ച് കുഴ ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഇതാണ് സംഭവം. ഇത് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ലപോലെ വെള്ളം ചേർക്കുകയും ചെയ്യരുത്. ഇത് നന്നായിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇടണം. ഞാൻ ഇട്ടിട്ട് ഗൈസ്, അപ്പോൾ നമ്മുടെ കൊറിയൻ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. നിങ്ങൾക്ക് മുഖം മാറ്റടി, ഷോർട്ട്സ് ഇടും ഞാൻ. ഇങ്ങനാണ്. എടി നീ ഇതൊന്ന് ടാപ്പ് ചെയ്യോ? ബ്ലറാവുന്നത് അവിടെ അല്ല, കാരണം ഞാൻ സ്ക്രീന് ഫോക്കസ് കൊടുക്കടി ഇതിന്. അതെ, ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത് ഗൈസ്. ഇങ്ങനെയാണ് സംഭവം. എടി ഫോക്കസ് ഇതിന് കൊടുക്കടി. ഇത് കണ്ട ബ്ലറാണ്. ഇതിങ്ങനെ കണ്ടോ? ഇങ്ങനെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഇത് ആക്ച്വലി വന്നിട്ട് പൊടിഞ്ഞിട്ടില്ല. പൊടി കുറച്ചൊരു സ്ക്രബ് പോലെയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ രസമായിട്ട് ഇതിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ അലോവേര ചിലർക്ക് അലർജി ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ കുട്ടിക്ക് അലോവേര അലർജിയാണ്. അങ്ങനെയുള്ളവരൊക്കെ അലോവേര ഉപയോഗിക്കാതെ പകരം അതിന് റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇത് വന്നിട്ടൊരു 10 to 15 മിനിറ്റ്സ് ഇട്ടാൽ മതിയായിരിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഫേസിൽ ഫുൾ ഫേസ് ഇടാം. എന്നിട്ട് ഇതിൻ്റെ ഫുൾ ഫേസ് ഇട്ട് ഞാൻ കാണിക്കാവേ.
അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരോടും ചേർന്നാണ്. ഒന്ന് ഇടുവോ? വാ. അപ്പോൾ ഗൈസ് ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആക്ച്വലി സംസാരിക്കാൻ പാടില്ല കേട്ടോ മാസ്ക് ഇട്ടുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം അല്ലേ? മൂക്കിലിടണം, മൂക്കിലിടണം ഗൈസ്. ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ പറയാം, കുഴപ്പമില്ല. ഐശ്വര്യ ആവും. കാരണം തല്ലെടുത്ത് മാറ്റുമോ? നമുക്കിവിടെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂക്കിൽ ഞാൻ ഇട്ട് തരാം. ഇത് ആക്ച്വലി ഒരു സ്ക്രബ് പോലെ ഇരിക്കും കേട്ടോ. പക്ഷെ പൊടി കുറച്ചും കൂടെ ഫൈനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതായത് നമുക്ക് സ്ക്രബ് പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് പറയാൻ സൂപ്പറാണ്. എനിക്കിങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന കുട്ടി ഇങ്ങനെ സ്ക്രബായിട്ടാണ് മുഖത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കിട്ടിയത്. ഓക്കെ, ഇനി കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ. ഞാനിത് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. നിങ്ങൾക്ക് വേണോ? അയ്യോ, കറണ്ട് പോയി. കഴുത്തിലിടാം. കറണ്ട് വന്നു ഗൈസ്. കഴുത്തിലിടേണ്ടി. കഴുത്ത് എനിക്ക് ഇഷ്ടമല്ല. എന്താ കഴുത്തിൽ ഇഷ്ടമില്ലാത്ത? തോടെല്ലാം തുറയ്ക്കും. വീട് വേണ്ട. അപ്പം ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുൾ മുഖത്ത്. ഇനി ഒരു 10 മിനിറ്റ്സ് മാക്സിമം വെച്ചിട്ട് ഇത് സ്ക്രബ് ചെയ്ത് നമ്മൾ കഴുകി കളയണം. ഇവിടെ ഇരിക്കുക. നമ്മളിത് സ്ക്രബ് ചെയ്ത് കഴുകി കളയണം. സ്ക്രബ് ചെയ്ത് കഴുകി കളയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടല്ലോ, ഡെഡ് സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് പോവും അല്ലേ? എന്നത് ഇനി വേണോ? ഡെയിലി ഒരു ഫേസ് പാക്ക് തന്നെ ഇടാൻ പറ്റും. കുറേ ഫേസ് പാക്ക് ഒന്നും ഇടാം. ഒരു കുട്ടി അവിടെ നിന്നോട് ചോദിക്കുകയാണ് ഇന്ന് ഈ ഫേസ് പാക്ക് മാത്രമേ കാണിക്കുള്ളൂ. ഡെയിലി ഒരെണ്ണം അല്ലേ കേസ് ഇടാൻ പറ്റത്തുള്ളൂ. ഈ കുട്ടിക്ക് വന്നിട്ട് ഇടാത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളിവിടെ പ്രതിമാണൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്തെന്നറിയത്തില്ല. ഈ കുട്ടിയുടെ മുഖത്ത് ഞാൻ പറഞ്ഞില്ലേ അലോവേര ഒക്കെ അലർജി ഉള്ളവർ ഇടാൻ പാടില്ല ആക്ച്വലി. അപ്പം അതിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടറോ അത് പറയുമല്ലേ, അലോവേരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അല്ലെ സാധാ വെള്ളമാണെങ്കിലും അല്ലെ പാലാണെങ്കിലും. പാൽ റൈസ് അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് സ്കിൻ കൊറിയൻ അത്ര ഞാൻ പറയുന്നില്ല, അത് ചുമ്മാ തള്ളായിപ്പോൾ. പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലെൻസ് ആവും. ഇനി വരും വീഡിയോസുകളിൽ നിങ്ങൾക്ക് ആയുർവേദത്തിലുള്ള നല്ല നല്ല എന്താ പറയുക ബ്യൂട്ടി സീക്രറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവൂ. ഓക്കെ, അപ്പം ഞാൻ നല്ല നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടോടെങ്കിൽ മാത്രമേ എനിക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അത് തന്നെ. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് കഴുകിയിട്ട് വന്നു. നിങ്ങൾക്ക് തന്നെ എൻ്റെ മുഖത്തൊരു ക്ലീൻനെസ് കാണാൻ പറ്റും. നല്ല ഇത് ആക്ച്വലി ഈ പൊടി വന്നിട്ട് എന്താ പറയുക, ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഈ പൊടി വന്നിട്ട് കുറച്ചും കൂടെ ഫൈൻ പൗഡർ ആയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്മൂത്ത് എഫക്റ്റ്. എനിക്ക് കിട്ടിയ പൊടി എന്ന് പറയുന്നത് കുറച്ചൊരു കോഴ്സ് ആയിട്ടിരുന്നു. പക്ഷേ സ്ക്രബ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വേദനിച്ചെങ്കിലും ഈ ഡെഡ് സ്കിന്ന് ഇവിടത്തേക്ക് ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും. എനിക്കിതിൽ ഇപ്പോൾ തന്നെ വിസിബിൾ റിസൾട്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. കാര്യമായിട്ട് പറയുകയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.